റോഡരികിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന രംഗമ്മ നാട്ടിലെ ക്ഷേത്രമായ ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി സംഭാവനയായി നൽകിയത് 1,83,000 രൂപയാണ്. ഭിക്ഷയെടുത്ത് കിട്ടിയ കാശിൽ നിന്നുമാണ് ഇവർ സംഭാവനയായി നൽകിയത്. നിലവിൽ സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം. അടുത്തിടെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇത്രയും അധികം ക്യാഷ് ക്ഷേത്ര കമ്മിറ്റിക്ക് നൽകിയതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി ഇവരെ വളരെ മനോഹരമായ രീതിയിൽ ആദരിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഭിക്ഷയെടുക്കുന്ന ഈ രംഗമ്മ. ഇവർ കുറച്ചുനാൾ 35 വർഷത്തോളമായി ക്ഷേത്രത്തിനടുത്തുള്ള ബിജനഗരയിൽ താമസിക്കുകയായിരുന്നു. ഇത്രയും കാലം ഇവരുടെ ജീവിതമാർഗം ഭിക്ഷാടനമായിരുന്നു. കിട്ടിയ കാശുകളെല്ലാം ഒരു ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതായിരുന്നു ഇവരുടെ പതിവ്. ഭിക്ഷാടനത്തിലൂടെ ഇത്രയും കാശ് സ്വരൂപിച്ചിട്ടും ഇവരുടെ കിടപ്പ് റോഡരികിൽ തന്നെയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത കാലത്ത് ഇവർ ഒരു വീട് വയ്ക്കുകയും ചെയ്തു. ഇവരുടെ ഭിക്ഷാടനത്തിൽ നിന്ന് ലഭിച്ച കാശ് കൊണ്ടായിരുന്നു അത് ചെയ്തതും. വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം തൊട്ടയൽവക്കത്തുള്ള ആളുകൾ വീട്ടിൽ വന്നപ്പോൾ 3 ചാക്കുകളിൽ എന്തോ കെട്ടിവച്ചിരിക്കുന്നത് അവർ കാണാനിടയായി. ചാക്കിനെ പറ്റി ചോദിച്ചപ്പോൾ ചാക്കിൽ നിറയെ പണമാണെന്നും ആ പണം മുഴുവൻ ഞാൻ ക്ഷേത്രത്തിനുള്ള സംഭാവനയായി നീക്കിവച്ചിരിക്കുന്നതാണെന്നും അവർ പറഞ്ഞു. നാട്ടിലുള്ള ആളുകൾ കൂടി പണം എണ്ണി തിട്ടപ്പെടുത്താൻ തുടങ്ങി. അത് മുഴുവനും നാണയങ്ങളായിരുന്നു. 20 പേർ ചേർന്ന് 6 മണിക്കൂർ കൊണ്ടായിരുന്നു ആ നാണയങ്ങൾ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ കൂടെയുണ്ടായിരുന്ന 60,000 രൂപയുടെ നോട്ട് കെട്ടുകളും നശിച്ചു പോയിരുന്നു. എണ്ണി തിട്ടപ്പെടുത്തിയ ആ ക്യാഷ് മുഴുവൻ ക്ഷേത്ര കമ്മിറ്റിക്കാർ കൊണ്ടുപോവുകയും ചെയ്തു.